നമസ്കാരം. എഡ്യൂഡെമിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സിൻ്റെ പാർട്ട് 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് 3 ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലികാവകാശങ്ങൾ. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അവൻ്റെ അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് ഒഴിവാക്കാൻ പാടില്ലാത്ത ചില പ്രാഥമിക അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് there are only 6 fundamental rights in the Constitution. ഇപ്പോൾ ആകെ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. Originally there were 7 fundamental rights in the Constitution, but the right to property was made a legal right under Article 300A by 44 Amendment. 1978 44-ാം ഭേദഗതി അനുസരിച്ച് 7ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റായ റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അനുച്ഛേദം 14 മുതൽ 32 വരെയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. അനുച്ഛേദം 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് 14 മുതൽ 18 വരെ ഏതൊക്കെയാണ് അവകാശങ്ങൾ എന്ന് നോക്കാം. അനുച്ഛേദം 14 നിയമത്തിനു മുന്നിലെ സമത്വം. 15 മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിലെ നിരോധനം. 16 പൊതു തൊഴിലവസരങ്ങളിലെ സമത്വം. 17 തൊട്ടുകൂടായ്മയുടെ നിഷ്കാസനം. 18 ബഹുമതികൾ ഒഴിവാക്കൽ. ഈ 5 റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 19 ചില പ്രത്യേക സ്വാതന്ത്ര്യാവകാശങ്ങളുടെ സംരക്ഷണം. ഈ അനുച്ഛേദം 19 തന്നെ A മുതൽ F വരെയായി ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അടുത്തത് അനുച്ഛേദം 20 കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അനുച്ഛേദം 21 ജീവിതത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. 22 ഉത്തരവാദിത്തപ്പെട്ട അധികാരികളിൽ നിന്നുമുള്ള ഉപദേശമില്ലാതെയുള്ള അറ്റസ്റ്റുകളിൽ നിന്നുള്ള തടങ്കലിൽ നിന്നുമുള്ള സംരക്ഷണം. 3ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം. അനുച്ഛേദം 23-ഉം 24-ഉമാണ് ഇതിൽ വരുന്നത്. 23 നിർബന്ധിത വേല നിരോധിക്കുന്നു. 24 ബാലവേല നിരോധിക്കുന്നു. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതായത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 25 എന്താണെന്ന് നോക്കാം. 25 ആശയ സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 27 മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 28 ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത 5ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ. 3 അനുച്ഛേദങ്ങളാണ് ഇതിലുള്ളത്. 29 മുതൽ 31 വരെ. അതിൽ 29ാമത്തത് ന്യൂനപക്ഷ വിഭാഗക്കാരുടെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണം. 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള അവകാശം. 31 1976 44-ാം ഭേദഗതി വഴി ഇത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അടുത്ത 6ാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്
റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 32 മുതൽ 35 വരെയാണ് ഈ ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം പ്രതിപാദിച്ചിരിക്കുന്നത്. 32 പാർട്ട് 3 പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള ഇടപെടലുകൾ. 33 പാർട്ട് 3 പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങൾ ഭേദഗതി വരുത്തുന്നതിനുള്ള പാർലമെൻറ്റിനുള്ള അധികാരം. 35 പാർട്ട് 3 പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണാധികാരം. സോ ഈ 6 നമ്മുടെ മൗലികാവകാശങ്ങളിൽ വരുന്നത്. സോ ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ദ ആൻസർ ഈസ് റൈറ്റ് ടു വർക്ക്. നമ്മൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേരത്തെ സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. സോ അതിൽ വരാത്ത ഏത് ഓപ്ഷനാണോ ഉള്ളത് അതായിരിക്കും ഈ ചോദ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് നോ വാല്യൂ വിത്തൗട്ട്? ദ ആൻസർ ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം. ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ലാതെ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിനൊന്നും ഒരു വാല്യൂവും ഉണ്ടായിരിക്കില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ് ആൻ എമർജൻസി ബൈ ദ പാർലമെൻറ്റ്, അതായത് ഒരു അടിയന്തരാവസ്ഥ സമയം വന്നാൽ നമ്മുടെ പാർലമെൻറ്റിന് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഒരു നല്ല രാഷ്ട്രത്തിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉള്ളത്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കടം കൊണ്ടത്. പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഈ രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉള്ളത്. The directive principles of the state policy are guidelines to the central and state government to be kept in mind while framing laws and policies. നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ആയാണ് പ്രവർത്തിക്കുന്നത്. ദീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ, അതായത് ഇവ ലംഘിച്ചാൽ ഒരു വ്യക്തിക്ക് കോടതിയെ സമർപ്പിക്കാനുള്ള അവകാശമില്ല. അതേസമയം നമ്മൾ ആദ്യം പഠിച്ച ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റീഷ്യബിളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ജസ്റ്റീഷ്യബിൾ അല്ല. ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് എൻഫോഴ്സബിൾ ബൈ എനി കോർട്സ്, അതായത് ഒരു കോടതിക്ക് നമ്മുടെ മേൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവ ലംഘിച്ചാൽ ഒരു വ്യക്തിക്ക് കോടതിയെ സമർപ്പിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കനോട്ട് ബി സസ്പെൻഡഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസസ്, അതായത് എന്തെങ്കിലും എമർജൻസിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശമില്ല. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ അത് സസ്പെൻഡ് ചെയ്യാം, എമർജൻസിയുടെ സമയത്ത് സസ്പെൻഡ് ചെയ്യാം എന്നാണ് പഠിച്ചത്. എന്നാൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എമർജൻസിയുടെ സമയത്തൊന്നും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ വീഡിയോയുടെ 3-ാമത്തെ പാർട്ടിലോട്ട് കിടക്കാം, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാം. The fundamental duties of the citizens of India are mentioned in Article 51A of the Indian Constitution. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഈ മൗലിക കടമകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് നോൺ എൻഫോഴ്സിബിൾ ആൻഡ് നോൺ ജസ്റ്റീഷ്യബിൾ. നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നോൺ എൻഫോഴ്സിബിളും നോൺ ജസ്റ്റീഷ്യബിളാണ്. അതിനെപ്പറ്റി നമ്മൾ മുൻപ് പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ബൈ ദ 42nd Amendment Act in 1976.
അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക കടമകളൊന്നും ഈ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ 42ാം ഭേദഗതി അനുസരിച്ചാണ് ഈ മൗലിക കടമകളെല്ലാം ഭരണഘടനയിലോട്ട് ആഡ് ചെയ്തത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സ്വാരൻ സിംഗ് കമ്മിറ്റി. ജസ്റ്റിസ് സ്വാരൻ സിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലോട്ട് 42nd അമെൻമെൻറ്റ് ആക്ട് വഴി ആഡ് ചെയ്തത്. നെക്സ്റ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റഷ്യ. റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഐഡിയ നമുക്ക് ലഭിച്ചതും അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ആഡ് ചെയ്തതും. There are 11 fundamental duties. 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. The 11th fundamental duty of the country was added in the year 2002 by the 86th constitutional amendment that made education of the children a duty of parents. 86ാം ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് 11ാമത്തെ മൗലിക കടമ 2002 നിലവിൽ വന്നത്. അത് എന്താണെന്ന് വെച്ചാൽ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുടെയും മൗലിക കടമ എന്നാണ് 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വരുന്നത്. ഇനി നമുക്ക് ഓരോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും എന്താണെന്ന് നോക്കാം. First one, to abide the Constitution and respect its ideals and institutions, the national flag and the national anthem. അതായത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ആദരിക്കുക. രണ്ടാമത്തത്, ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബൽ ഐഡിയാസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. നെക്സ്റ്റ് വൺ, ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറിനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഫോർത്ത് വൺ, ടു ഡിഫെൻഡ് ദ കൺട്രി ആൻഡ് നാഷണൽ സർവീസ്. അതായത് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക. ഫിഫ്ത്ത് വൺ, ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് സ്പിരിറ്റ് ടു കോമൺ ബ്രദർഹുഡ് എമംഗ് ആൾ പീപ്പിൾ ട്രാൻസെൻഡിങ് റിലീജിയസ്, linguistic, regional or sectional diversities, to renounce practices derogatory to the dignity of women. അതായത് മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്കതീതമായി എല്ലാവർക്കുമിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. സിക്സ്ത് വൺ, ടു വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. അതായത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. സെവൻത് വൺ, ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ടു ലിവിങ് ക്രിയേച്ചർ. അതായത് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, ജീവികളോട് അനുകമ്പ കാണിക്കുക. എയ്ത്ത് വൺ, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അബ്ജർവ് വയലൻസ്. അതായത് പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. 9 ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി. അതായത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാസക്തിയും വികസിപ്പിക്കുക. 10th ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. അതായത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. ആൻഡ് ദ 11th every citizen who is a parent or guardian to provide opportunities for education to his child or as a case may be what between the age of 6 and 14 years. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുക. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ 3 പോർഷൻ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.